ഏറ്റവും കൂടുതൽ ആളുകൾ പ്രശ്നപരിഹാരം ചോദിക്കുന്ന ഒരു വിഷയമാണ് ഭാര്യ ഭർത്താക്കന്മാർ അനുസരിക്കുന്നില്ല, സ്വഭാവം മോശമാണ്, സ്നേഹമില്ല, നന്നായി കിട്ടണം എന്നുള്ളത്. അതേപോലെ തന്നെ മക്കളുടെ വിഷയം. ഈ രണ്ട് വിഷയമാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പരാതിയുള്ളത്. ഈ രണ്ട് വിഷയങ്ങൾക്കും ഉപകാരപ്പെടുന്ന അത്ഭുതകരമായ ഒരു അമൽ, ഷഹീദ് എന്ന അത്ഭുതകരമായ ഇസ്മിന്റെ അമൽ നമ്മൾ പഠിക്കുകയാണ്. ഏതാണെന്നറിയാൻ, എങ്ങനെയാണെന്നറിയാൻ മജ്‌ലിസ് മുഴുവനായും കേൾക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ. അമ്മാ ബഅദ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്‌ലിസിനെ സ്വീകരിക്കട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ, ഇസ്സത്ത് നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. ദുആ വസിയത്ത് ചെയ്ത ധാരാളം സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അള്ളാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങളെ, മുറാദുകളെ സഫലമാക്കട്ടെ, ഹാസിലാക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ 51-ാമത്തെ ഇസ്മാണ് ഷഹീദ് എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ 51-ാമത്തെ ഇസ്മാകുന്ന ഷഹീദിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. ഷഹീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അർത്ഥങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒന്നാമത്തെ അർത്ഥം നമുക്കറിയാം, മൻ ഖുതില ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് കൊല ചെയ്യപ്പെട്ട വ്യക്തിക്ക് ഷഹീദ് എന്ന് പറയാറുണ്ട്. ദീനിന് വേണ്ടി, ഹക്കിന് വേണ്ടി, സ്വന്തം രാജ്യത്തിന് വേണ്ടി പടപുരതി മരണപ്പെട്ടയാൾ. അതുപോലെ ചില പ്രത്യേകമായ അപകട മരണങ്ങൾ, മുങ്ങി മരണം പോലെ, ശരീരത്തിലേക്ക് വല്ല വസ്തുവും വന്ന് പതിച്ച് മരിക്കുന്നത് പോലെ, ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഷഹീദ് എന്ന് പറയാറുണ്ട്. അത് ഷഹീദിന്റെ ഒരു അർത്ഥമാണ്. മറ്റൊരു അർത്ഥമാണ് അൽ മുറാഖബ, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമ്മെ നിരീക്ഷിക്കുന്നുണ്ട്, അല്ലാഹു എല്ലാം കാണുന്നുണ്ട്, അല്ലാഹു എല്ലാം അറിയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അറിവ് അത് വിശാലമായി കിടക്കുകയാണ്. എല്ലാ സമയത്തും, എല്ലാ സ്ഥലത്തും, എവിടെ പോയി ഒളിച്ചാലും അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്നുള്ളൊരു ചിന്ത. ആകാശഭൂമികളിൽ ഒരു അണു അളവ് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അറിവിൽ നിന്ന് മറഞ്ഞു കിടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നുണ്ട് എന്നുള്ള ബോധം നമുക്കുണ്ടാകുമ്പോൾ ഒരടിമയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കാൻ കഴിയും. അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്നുള്ള ബോധത്തിൽ ഇബാദത്ത് ചെയ്യാൻ കഴിയും. ഇതൊക്കെ ഷഹീദിൻ്റെ അർത്ഥങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം കാണുന്നവനാണ്, എല്ലാത്തിനും സാക്ഷിയാണ്, എല്ലാം അറിയുന്നവനാണ് എന്നൊക്കെ നമുക്ക് ഷഹീദിന് അർത്ഥം പറയാൻ കഴിയും. ഷഹീദ് എന്നുള്ള അത്ഭുതകരമായ ഇസ്മിന്റെ അദദ് വരുന്നത് 319 ഷീന് 300, ഹാ 5, യാ 10, ദാല് 4, ടോട്ടൽ 319. 319 × 319. അങ്ങനെയും ചില മഹാന്മാർ ഇതിനെ അദദ് പറയാറുണ്ട്. 319 × 319 1,1761 ഷഹീദ് എന്നുള്ള ഇസ്മിന്റെ അദദ് പറയാറുണ്ട്. അതതിനനുസരിച്ചുകൊണ്ട് പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ ഇസ്മുകൾ നമ്മൾ ഉച്ചരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് മഹത്വങ്ങളും ഗുണങ്ങളും ആത്മീയവും ഭൗതികവുമായ നേട്ടങ്ങൾ നേടിയെടുക്കാൻ കഴിയുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. അസ്മാഉൽ ഹുസ്നയിലെ 50ഓളം ഇസ്മുകൾ കഴിഞ്ഞ പല മജ്‌ലിസുകളിലായി നമ്മൾ ചർച്ച ചെയ്തു. ഇന്ന് 51-ാമത്തെ ഇസ്മിന്റെ മഹത്വം, അതിൻ്റെ അമൽ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ഒന്നാമത്തെ അമൽ എന്നുള്ളത് മക്കൾ നന്നാകാൻ,
അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ സമ്മാനങ്ങളാണ് മക്കൾ. സമ്മാനം എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച മക്കൾ സമ്മാനമായി നിലനിൽക്കണമെങ്കിൽ അവർ നല്ല അനുസരണയുള്ള മക്കളാകണം, നല്ല കുട്ടികളാകണം. ചെറിയ മക്കൾ അനുസരണയുള്ളവരാകാൻ, 7 വയസ്സിൻ്റെ താഴേക്കുള്ള വകതിരിവെത്തിയിട്ടില്ലാത്ത, തമ്മീസ് എത്തിയിട്ടില്ലാത്ത കുട്ടികൾ, അവർ നല്ല അനുസരണയുള്ള മക്കളായി മാറാൻ. മാതാപിതാക്കൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, എൻ്റെ കുട്ടി അനുസരിക്കുന്നില്ല, ഭയങ്കര വികൃതിയാണ്. ഇങ്ങനെയൊക്കെ പറയുന്ന ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. ചെറിയ കുട്ടികൾ അനുസരണയുള്ള മക്കളായി മാറാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും സുബ്ഹി നമസ്കാരത്തിന് ശേഷം കുട്ടിയുടെ തലയിൽ കൈവച്ചുകൊണ്ട് 21 തവണ യാ ഷഹീദു യാ അല്ലാഹ്, യാ ഷഹീദു യാ അല്ലാഹ്, യാ ഷഹീദു യാ അല്ലാഹ് എന്ന് ആകാശത്തിലേക്ക് നോക്കിയിട്ട് ചൊല്ലുക എന്നുള്ളതാണ്. നമ്മുടെ കുട്ടി അനുസരണയുള്ള നല്ല കുഞ്ഞുമോനായി വളരും എന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. രണ്ടാമത്തെ ഒരു അമൽ എന്നുള്ളത് ഭാര്യ ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാകാൻ. ഒരുപാട് ആളുകൾ പ്രശ്നപരിഹാരം പറയുന്നൊരു വിഷയമാണ് ദമ്പതിമാർക്കിടയിലുള്ള പ്രശ്നം. എൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം എനിക്ക് ലഭിക്കാൻ, എൻ്റെ ഭർത്താവ് നന്നാകാൻ, എൻ്റെ ഭാര്യ നന്നാകാൻ, എൻ്റെ ഭാര്യയുടെ സ്വഭാവം നന്നായി കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സഹകരിക്കാതെ ചെയ്യാൻ കഴിയുന്ന ധാരാളം അമലുകൾ പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ പറയുന്നത് ഭാര്യയും ഭർത്താവും പരസ്പരം സഹകരിച്ചുകൊണ്ട് നമുക്ക് നന്നാകണം, നമുക്കിടയിൽ ഐക്യമുണ്ടാകണം, നമുക്കിടയിൽ സ്നേഹമുണ്ടാകണം എന്ന് 2 പേരും സഹകരിച്ചുകൊണ്ട് ഒരമല് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഷഹീദ് എന്നുള്ള ഇസ്മിൽ പരിഹാരമുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നല്ല ഐക്യവും സ്നേഹവും നല്ല അനുസരണയും നല്ല പരസ്പര ബഹുമാനവും ഉണ്ടാകാൻ സുബ്ഹി നമസ്കാര ശേഷം ഭാര്യ ഭർത്താവിൻ്റെ തലയിൽ കൈവെക്കുക, ഭർത്താവ് ഭാര്യയുടെ തലയിൽ കൈവെക്കുക, എന്നിട്ട് ആകാശത്തിലേക്ക് നോക്കിയിട്ട് യാ ഷഹീദു യാ അല്ലാഹ് എന്ന് 21 തവണ പറഞ്ഞു കഴിഞ്ഞാൽ, സ്ഥിരമായി അങ്ങനെ പറയുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നല്ല സ്നേഹവും പരസ്പര ബഹുമാനവും ഉണ്ടാകുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. മൂന്നാമത്തെ ഒരു അമൽ എന്നുള്ളത് വലിയ കുട്ടികൾ അനുസരണയുള്ളവരാകാൻ. ചെറിയ കുട്ടികൾക്ക് തലയിൽ കൈവച്ചുകൊണ്ട് മന്ത്രിക്കാനുള്ള ഒരു അമൽ നമ്മൾ പറഞ്ഞു. എന്നാൽ വലിയ കുട്ടികൾ അനുസരണക്കേട് കാണിക്കുമ്പോഴോ അവരുടെ തലയിൽ കൈവച്ചുകൊണ്ട് ചൊല്ലാൻ പോയാൽ ചിലപ്പോൾ നല്ല അടി കിട്ടും. പ്രായപൂർത്തിയായ മക്കൾ, 15, 20, 25, 30, 40 വയസ്സുള്ള മക്കൾ, ആ മക്കൾ അനുസരണയുള്ളവരാകാൻ. മക്കൾക്ക് എത്ര പ്രായമായാലും മാതാപിതാക്കൾക്ക് എന്നും മക്കൾ തന്നെയാണ്. മാതാപിതാക്കളുടെ മനസ്സിൻ്റെ അകത്ത് എന്നും തൻ്റെ പ്രിയപ്പെട്ട മക്കളെ കുറിച്ചുള്ള ആദിയാണ്. പ്രസവിച്ചതു മുതൽ മരണം വരെ ഒരു ജലദോഷം വന്നാൽ ഉമ്മയുടെ കണ്ണ് നിറയും എന്നുള്ളതാണ് വസ്തുത. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം അറിയാമല്ലോ. തൂരിസീന പർവ്വതത്തിലൂടെ നടന്നു പോകുമ്പോൾ ബഹുമാനപ്പെട്ടവരൊന്ന് വഴുതി വീണു. അള്ളാ പറഞ്ഞു, മൂസ നബിയെ സൂക്ഷിച്ച് നടക്കണേ, ഉമ്മ ജീവിച്ചിരിപ്പില്ല. ഉമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് വലിയൊരു കരുതലാണ്, വലിയൊരു കാവലാണ്, വലിയൊരു പ്രാർത്ഥനയാണ്. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അപ്പൊ എത്ര വലിയ മക്കളായാലും മാതാപിതാക്കൾക്ക് മക്കൾ തന്നെയാണ്. പക്ഷേ മാതാപിതാക്കൾ കരുതുന്നത് പോലെ, അവരാഗ്രഹിക്കുന്നത് പോലെ മന്ത്രിക്കാനും ചൊല്ലാനും ഊതാനൊന്നും വലിയ മക്കൾ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ വലിയ മക്കൾ അനുസരണയുള്ള മക്കളായി നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായി മാറാൻ തകിടിൽ അമല് ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേക രൂപത്തിൽ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഷഹീദ് എന്നുള്ള ഇസ്മിന്റെ അമല് പ്രത്യേക രൂപത്തിൽ തകിടിൽ എഴുതിയിട്ട് മക്കള് കാണാതെ മക്കള് കിടക്കുന്ന റൂമിൽ കൊണ്ടുപോയി വെക്കുക എന്നുള്ളതാണ്. നല്ല മാറ്റമുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാലാമത്തെ ഒരു അമൽ എന്നുള്ളത് നാം പഠിച്ച ചികിത്സകൾ, അത് ഏത് ഫീൽഡിലുള്ള ചികിത്സയുമാകട്ടെ,
അത് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടാൻ, ചികിത്സയ്ക്ക് വേണ്ടി നമ്മെ ആശ്രയിക്കാൻ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള ആളുകൾ മുഴുവൻ പെട്ടെന്ന് രോഗിയാകാൻ വേണ്ടി ദിക്റ് ചൊല്ലുക എന്നുള്ളതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗം കൊടുക്കും മനുഷ്യന്മാർക്ക്. അപ്പൊ നമ്മൾ പഠിച്ചത് ഇവിടെ ഉപയോഗിക്കണം. അതിന് നമ്മെ തേടിയ ആളുകൾ വരണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു അമലാണ് ഷഹീദ് എന്നുള്ള ഇസ്മിനെ 319 തവണ ഒരു പേപ്പറിൽ നാം എഴുതുക എന്നുള്ളതാണ്. വെള്ളിയാഴ്ച 1-ാം സാഅത്തിലാണ് എഴുതേണ്ടത്. എന്നിട്ട് 1,1761 തവണ ആ പേപ്പർ നെഞ്ചിന്റെ ഭാഗത്ത് മറയിൽ വെച്ചുകൊണ്ട് നമ്മൾ ചൊല്ലുക എന്നുള്ളതാണ്. ഒറ്റയിരിപ്പിൽ ചൊല്ലണം എന്നില്ല. പക്ഷെ ചൊല്ലുന്ന സമയം ഈ പേപ്പർ മറയിലായിരിക്കണം, നെഞ്ചിന്റെ ഭാഗത്തായിരിക്കണം. അങ്ങനെ ചൊല്ലി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച ചികിത്സാ രീതികൾ മറ്റുള്ളവർക്കത് ബോധ്യപ്പെടാനും അവർക്ക് കൂടി അത് ഉപകാരപ്പെടാനും കാരണമാകുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. ഷഹീദ് എന്നുള്ള ഇസ്മ അത്ഭുതമാണ്. ഒരുപാട് അമലുകൾ ഇനിയും പറയാനുണ്ട്. സ്വന്തമായി ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പുള്ള വളരെ പ്രധാനപ്പെട്ട ചില അമലുകളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്മാഉൽ ഹുസ്നയെ ചേർത്ത് പിടിക്കാനും അസ്മാഉൽ ഹുസ്ന കൊണ്ട് വിജയിക്കാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.